വിനോദ്കുമാർ പള്ളയിൽ വീടിന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ മാലോത്ത് കസബ സ്കൂളിലെ KSU പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. വള്ളിക്കടവിൽ നടന്ന പരിപാടിയിൽ TK എബുജിൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. KSU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന വിനോദ്കുമാർ പള്ളയിൽ വീടിന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ KSU മാലോത്ത് കസബ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വള്ളിക്കടവിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ND വിൻസെന്റ് അധ്യക്ഷനായ ചടങ്ങിൽ KPSTA മുൻ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി TK എബുജിൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മലയോരത്ത് മതിയായ യാത്രാ സൗകര്യമില്ലാതിരുന്ന കാലത്തും KSUവിനെ വളർത്താൻ മലയോരത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയ വിനോദ്കുമാർ പള്ളയിൽ വീട് ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയാണെന്ന് TK എബുജിൻ അനുസ്മരിച്ചു. വിനോദ്കുമാർ പള്ളയിൽ വീട് എപ്പോൾ നോക്കിയാലും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു നേതാവാണ്, ജനകീയനായ നേതാവാണ്. എൻ്റെ യുവ സുഹൃത്താണ്. ഇവരൊക്കെ KSU കാലത്ത് ഈ മാലോത്ത് കസബയിൽ വരുമ്പോൾ ഹക്കിം കുന്നിലും വിനോദ്കുമാറും PV സുരേഷും ഈ മൂന്ന് പേര് സ്ഥിരമായി KSUവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വരുമ്പോൾ അവർക്ക് ചായ മേടിച്ചു കൊടുക്കുന്ന പണി എൻ്റെയും വിൻസെൻ്റിൻ്റെയും ഒക്കെ ആയിരുന്നു. പലപ്പോഴും പൈസ ഇല്ലാതെ വണ്ടിക്കൂലി വേണമല്ലോ, അങ്ങനെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വരെ നൽകി നമ്മളവരെ യാത്രയാക്കിയിട്ടുണ്ട്. അത് പലപ്പോഴും വിനോദ് പറയുമായിരുന്നു, വിനോദ് ഇടയ്ക്കിടയ്ക്ക് പറയും. ചിറ്റാരിക്കാലിൽ വന്നാൽ NT ജോസഫ്, വെസ്റ്റേരിയിൽ വന്നാൽ LK അസനാർ, ഇവിടെ വന്നാൽ എബുജിൻ മാഷും വിൻസെൻ്റും ഒക്കെയാണ് ഞങ്ങളെ സഹായിക്കുന്നത്. പച്ചയായിട്ട് പുള്ളി ഒരു മരിക്കുന്നതിന് 2 വർഷം മുമ്പ് വരെ ആളുകളുടെ മുമ്പിൽ പറഞ്ഞതാണ്. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി VV രാഘവൻ, സേവാദൾ സംസ്ഥാന സെക്രട്ടറി സ്കറിയ കാഞ്ഞമല, മാലോത്ത് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാരായ ജോബി കാര്യവിൽ, വിൻസെന്റ് കുന്നോല, KSSPA അംഗം മാത്യു വെട്ടിക്കലോലിക്കൽ, ജോമോൻ പിണക്കാട്ടുപറമ്പിൽ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പ്രിൻസ് കാഞ്ഞമല, അമൽ പാരത്താൽ, ഷിജോ തെങ്ങുംതോട്ടം, ഷിബിൻ, സോമേഷ്, ജോസഫ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം PC രഘുനാഥൻ സ്വാഗതവും യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സുബിത്ത് ചെമ്പകശ്ശേരി നന്ദിയും പറഞ്ഞു. അനുസ്മരണ യോഗത്തിനും പുഷ്പാർച്ചനയ്ക്കും ശേഷം മാലോം ചുള്ളിയിലുള്ള അനാഥരെ പരിചരിക്കുന്ന ആകാശപ്പറവകൾ എന്ന സ്ഥാപനത്തിലേക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭക്ഷണ കിറ്റും എത്തിച്ചു നൽകി. 70ഓളം വരുന്ന അന്തേവാസികൾക്ക് അരിയും പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളുമായാണ് പഴയ KSU പ്രവർത്തകരെത്തിയത്. പ്രതിസന്ധിയുടെ കാലത്ത് KSU കൂട്ടായ്മ നടത്തിയ ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് സ്ഥാപനത്തിന് നടത്തിപ്പ് ചുമതലയുള്ള ബ്രദർ യാക്കോബപ്പൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.